ഇനിയും ഒരു ദീർഘമായ പ്രഭാഷണം അപ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ ഒരു കാര്യം പ്രഭാഷണത്തേക്കാൾ പ്രവൃത്തി കൊണ്ട് സാക്ഷാത്കരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. സെക്കുലർ കുടുംബസംഗമത്തിൽ ഒരു പ്രഭാഷണം നടത്തുക എന്നത് വാസ്തവത്തിൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് അല്പം ശ്രമകരമായ വേറൊരു കാര്യം ഞാൻ ചെയ്യുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഒരുപക്ഷെ ഒരു 10-30 കൊല്ലം മുമ്പാണ്. അന്ന് ഞാൻ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ സമയത്ത് എൻ്റെ ഗ്രാമത്തിൽ ഒരു യുവജന സംഘടനയുടെ പ്രവർത്തകൻ കൂടിയായിരുന്നു ഞാൻ. അന്നത്തെ ഒരു ആവേശത്തിന് ഞങ്ങളുടെ പഞ്ചായത്തിലെ ഈ യുവജന സംഘടനയുടെ കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു. വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാർ, ഞങ്ങളുടെ കൂടെയുള്ള ചെറുപ്പക്കാർ, ആചാരരഹിതവും ആർഭാടരഹിതവും മതജാതി പരിഗണനകളില്ലാത്തതുമായ വിവാഹം കഴിക്കാൻ തയ്യാറുള്ളവർ ഒരാദർശ വിവാഹ പ്രതിജ്ഞ എടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ആദ്യം പറഞ്ഞു, പ്രതിജ്ഞ എടുക്കാൻ വരുന്നവർ ഒരാളാണെങ്കിലും അയാളത് ചെയ്യാൻ തീരുമാനിച്ചിട്ട് വന്നാൽ മതി, അല്ലാതെ പ്രതിജ്ഞ എടുത്ത് ഈ സംഘടനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കരുത് എന്ന് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിരുന്നു. അങ്ങനെ വിവാഹം കഴിക്കാത്ത ഏതാണ്ട് 11 ചെറുപ്പക്കാർ, സ്ത്രീകളില്ല, പുരുഷന്മാർ, ഞങ്ങളുടെ ഈ പ്രതിജ്ഞ എടുക്കാൻ വന്നു. അന്ന് ആ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് മലപ്പുറം ജില്ലയിലെ പിന്നീട് MLA ഒക്കെ ആയ ശ്രീ ശശികുമാറാണ്, വി ശശികുമാർ. അദ്ദേഹത്തെ അതിന് വിളിച്ചത് എന്തുകൊണ്ടായിരിക്കുന്നു നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കാം. അദ്ദേഹം മതനിരപേക്ഷമായി വിവാഹം കഴിക്കുകയും അത്തരത്തിലുള്ളൊരു കുടുംബജീവിതം സാർത്ഥകമായി മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഒരു ഉൽപ്പതിഷ്ണുവായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെയാണ് ഞങ്ങൾ ഇതിനെ വിളിച്ചത്. 11 ആൾ പ്രതിജ്ഞ എടുത്തു. അതുവരെയും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ എളുപ്പമായിരുന്നു. പക്ഷേ പ്രതിജ്ഞയ്ക്ക് ശേഷമാണ് കാര്യങ്ങൾ കുറേ കൂടി പ്രതിസന്ധി നിറഞ്ഞതായി മാറുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ പ്രതിജ്ഞ എടുത്ത ആളുകളൊന്നും കോളേജിൽ പഠിക്കുന്നവരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ ആളുകളോ അത്തരം ജീവിത സാഹചര്യങ്ങളുള്ളവരോ അല്ല. മിക്കവാറും എല്ലാവരും കൂലിത്തൊഴിലാളികളും അങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാരാണ്. അങ്ങനെയുള്ള ഒരു നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരന് ആചാരരഹിതവും ആർഭാടരഹിതവും ജാതി മത പരിഗണനയില്ലാത്തതുമായ ഒരു വിവാഹം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അങ്ങനെ ആ 11 പേരുടെയും ജീവിത പങ്കാളികളെ കണ്ടെത്താൻ ഞങ്ങളുടെ കമ്മിറ്റിക്ക് ഏതാണ്ട് 1.5 വർഷം വേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ ആ കമ്മിറ്റിക്ക് വേറെ പണികളൊന്നും എടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ഈ 11 ആൾക്ക് പെണ്ണന്വേഷിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പണി. അതിൽ ചില പ്രശ്നങ്ങൾ വന്നു. ഇന്ന് ഞാനത് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വഴികാട്ടിയായിട്ടുണ്ടായിരുന്ന മേലടി നാരായണൻ എന്ന ഒരു സുഹൃത്ത് അന്തരിച്ച ദിവസമാണ്. അദ്ദേഹം മരിച്ചുപോയി എന്ന് കഴിഞ്ഞ് കുറച്ച് സമയം മുമ്പാണ് ഞാൻ അറിഞ്ഞത്. അപ്പോഴാണ് ഞാനിതൊക്കെ ആലോചിച്ചത്. വാസ്തവത്തിൽ ഞങ്ങളുടെ കൂടെയുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു ഇലക്ട്രീഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ ഒരു യുക്തിവാദിയാണ്. ഇതുപോലെ ജാതി മതപരിഗണനകളൊന്നുമില്ല. അങ്ങനെ കുട്ടിയെ കാണാൻ ഈ ചെറുപ്പക്കാരൻ പോയി. അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ കല്യാണമൊക്കെ നടക്കും. പക്ഷേ ഈ കുട്ടി കഴുത്തിലൊരു താലിമാല അണിയുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് താലി കെട്ടണമെന്നാണ് ആ കുട്ടിയുടെയും
ആ കുട്ടിയുടെ വീട്ടുകാരുടെയും നിർബന്ധം. എന്നാൽ പ്രതിജ്ഞയിൽ ആചാരരഹിതമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതായിരുന്നു തർക്കം. പക്ഷേ ഇവർ പരസ്പരം കാണുകയും വിവാഹം കഴിക്കാമെന്നുള്ള മട്ടിൽ രണ്ടുപേരും എത്തിച്ചേരുകയും ചെയ്തതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ചർച്ചയിൽ വരുന്നത്. അന്ന് ഇക്കാര്യത്തിലെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്തത് നടത്തി കൊടുത്തുകൂടെ എന്ന് ചോദിച്ച ആളാണ് ശ്രീ മേലടി നാരായണൻ. അദ്ദേഹം പലതവണ ഈ കല്യാണമൊന്നും നടത്താൻ, പക്ഷെ അത് നടന്നില്ല. കാരണം ഈ പ്രതിജ്ഞ എടുത്ത ഞങ്ങളുടെ നാട്ടിലെ ഈ ചെറുപ്പക്കാരൻ ഒരു തരത്തിലുള്ള ആചാരവും സമ്മതിക്കുകയില്ല എന്ന വാശി പിടിക്കുകയും ആ വിവാഹം നടക്കാതെ പോവുകയാണ് ചെയ്തത്. മറ്റൊരു വിവാഹം നടന്നു. പക്ഷേ വിവാഹം നടന്നതോടുകൂടി ആ പെൺകുട്ടിയുടെ വീട്ടുകാർ മൊത്തത്തിൽ ആ പെൺകുട്ടിയെ പുറത്താക്കി. അതോടുകൂടി ആ പെൺകുട്ടിയുടെ പ്രസവം കൈകാര്യം ചെയ്യേണ്ട പ്രശ്നം പോലും ഞങ്ങളുടെ കമ്മിറ്റിക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഈ സെക്യുലർ കുടുംബം എന്നൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്, അത് പ്രസംഗിക്കാൻ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് സെക്യുലറിസത്തെക്കുറിച്ച് 1 മണിക്കൂർ സംസാരിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ ഒരിക്കൽ നിങ്ങൾ ഇങ്ങനെ ഒരു കുടുംബത്തെ നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിഭീകരമായ പ്രതിസന്ധികളാണ് നമ്മൾ നേരിടുന്നത് എന്നത് അപ്പോഴാണ് അനുഭവിക്കാൻ കഴിയുക. അതുപോലെ ഒരു പയ്യൻ്റെ, അവർ ഭയങ്കരമായിട്ട് ഇടതുപക്ഷ പാർട്ടി കുടുംബത്തിലൊക്കെ പെട്ട ആളാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ അവൻ്റെ അച്ഛനാകെ പരിഭ്രമിച്ചു. കാരണം അവൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ചു കൊടുത്തത് വലിയ സ്ത്രീധനം കൊടുത്തിട്ടും സ്വർണം കൊടുത്തിട്ടുമൊക്കെയാണ്. മകൻ കല്യാണം കഴിക്കുമ്പോൾ ഇതൊക്കെ തിരിച്ചു വരുമല്ലോ എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. അതോടുകൂടി അദ്ദേഹം ആ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം തന്നെ വിച്ഛേദിച്ച് കളഞ്ഞു. കുറേ വോട്ട് പോയി എന്ന് ചുരുക്കം. എന്ന് പറഞ്ഞാൽ ഈ ഓരോ ആളുകളെക്കുറിച്ചും ഞങ്ങൾക്കിതുപോലെ ഭയങ്കരമായ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടാണ് ആ വിവാഹവും കുടുംബജീവിതവും ഒക്കെ നടന്നത്. പക്ഷെ ഒരുപക്ഷെ അതിനുശേഷം വന്ന അവരുടെ കുട്ടികളുടെ തലമുറ വരുമ്പോഴേക്കും അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ആ തരത്തിലുള്ളൊരു വിലയിരുത്തലിന് പിന്നീട് ഞങ്ങൾ ആ കുടുംബസംഗമം നടത്തിയിട്ടില്ല. സത്യത്തിൽ അങ്ങനെ ഒരു സെക്യുലർ കുടുംബസംഗമം നടത്താവുന്ന ഒരിടം എൻ്റെ പഞ്ചായത്താണ് എന്ന് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതിനെക്കുറിച്ച് ഡേവിസ് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളത് ചെയ്തത്. പക്ഷേ ഞങ്ങളതൊക്കെ ചെയ്തെങ്കിലും പിന്നെ അത് തുടരാനുള്ളൊരു ധൈര്യം, അതിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ളൊരു ധൈര്യം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ നമുക്കങ്ങനെയാണല്ലോ, തിക്താനുഭവങ്ങളൊക്കെ മറന്നു കളയാനാണല്ലോ നമ്മൾ ശ്രമിക്കുക. അത്രയും ഭീകരമായിരുന്നു ആ കാലം. കാരണം കുറേ കുടുംബങ്ങളുടെ ഉത്തരവാദിത്വവും കുറേ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വവും ഞങ്ങളുടെ ഈ ആവേശകരമായ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട് ഞങ്ങളുടെ കൈകളിൽ വന്നു ചേരുകയാണ്. അതൊക്കെ ഏറ്റെടുക്കാൻ മാത്രമുള്ള പ്രാപ്തി ഞങ്ങൾക്കുണ്ടോ എന്ന് പോലും ഞങ്ങൾ അക്കാലത്ത് ഭയപ്പെട്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സെക്യുലറായി ജീവിക്കുക എന്ന് അത് അടിമുടി ഒരു ഫൈറ്റാണ്, അത് അടിമുടി ഒരു സമരമാണ്. കാരണം സ്വന്തം വീട്ടിലുള്ള മനുഷ്യരോടും സ്വന്തം സുഹൃത്തുക്കളോടും സ്വന്തം സമൂഹത്തോടും തന്നോട് തന്നെയും സമരം ചെയ്ത് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒന്നാണ് സെക്യുലർ കുടുംബജീവിതം എന്ന് പറയുന്നത്. അത് നാം കരുതുന്നത് പോലെ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ മാത്രം രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഇവിടെയാണ് ഒരുപക്ഷെ നമ്മുടെ ഈ ജനാധിപത്യം എന്ന സങ്കല്പം, അത് എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളുടെ ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു ഇന്ത്യൻ അനുഭവം എന്ന് പറയുന്നത്. യൂറോപ്പിൽ ഈ ജനാധിപത്യ സങ്കല്പം രൂപപ്പെട്ടു വരുന്നത് അവിടുത്തെ മുതലാളിത്ത വികാസവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്കറിയാം. അതുകൊണ്ട് അവിടെ ഈ ശാസ്ത്രബോധം, അതിൻ്റെ ഭാഗമായിട്ട് സയൻസിൻ്റെ തന്നെ വികാസം, ടെക്നോളജിയുടെ വികാസം, അതിനനുസരിച്ചുള്ള ഒരു ഉൽപ്പാദന വ്യവസ്ഥ, അതുമായി ബന്ധപ്പെട്ടൊരു സാമൂഹ്യ വ്യവസ്ഥ, അങ്ങനെ രൂപപ്പെട്ടു വന്ന മനുഷ്യർ അത്
ക്യാപിറ്റലിസത്തിൻ്റെ വാക്കുപയോഗിച്ച് പറഞ്ഞാൽ ദ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ആ ഇൻഡിവിസിബിളായിട്ടുള്ള സ്വതന്ത്രമായി നിൽക്കുന്ന ചിന്തിക്കുന്ന മനുഷ്യർ ആ സാമൂഹ്യ പ്രക്രിയയുടെ ഭാഗമായിട്ട്, അതുകൊണ്ടാണ് അവിടെ മതവും ശാസ്ത്രവും തമ്മിൽ ഭയങ്കരമായ സംഘർഷങ്ങളിലൂടെയാണ് യൂറോപ്പ് ഒരു കാലത്ത് കടന്നുപോയതെന്ന് നമുക്കറിയാം. അങ്ങനെ രൂപപ്പെട്ടു വന്ന വ്യക്തിയാണ്, ആ വ്യക്തിയുടെ പലതരം ആലോചനകളുടെ ഭാഗമായിട്ടാണ് യൂറോപ്പിൽ ഈ ഡെമോക്രസി എന്നുള്ളൊരാശയം ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് അവിടെ ഡെമോക്രസി എന്നത് ജനങ്ങളുടെ തന്നെ, സ്വതന്ത്രമായി ചിന്തിക്കുന്ന മനുഷ്യരുടെ തന്നെ ഭാഗത്തു നിന്നുണ്ടായി വന്ന ഒരാശയം ആണ്. എന്നാൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ആശയം കടന്നു വരുന്നത് കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെയും അതുവഴിയുള്ള ചില പരിഷ്കരണത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് ഒരു വഴിയിൽ എന്ന് നമുക്കറിയാം. എന്നാൽ തദ്ദേശീയമായ ചില വഴികളും അതിനുണ്ടായിട്ടുണ്ട്, അതിനെ നമുക്ക് നിഷേധിക്കാനാവില്ല. അതായിരിക്കാം ഒരുപക്ഷെ അഡാട്ട് മാഷ് 1-2 തവണ ആവർത്തിച്ച് പറഞ്ഞ കേരളം എന്ന് പറയുന്ന സമൂഹം വ്യത്യസ്തമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ച ആ വ്യത്യസ്തതകൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ഈ തദ്ദേശീയമായ ആധുനികതയുടെ ചില പ്രബലധാരകൾ കേരളത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലുണ്ട്. അത് പൊയ്കയിലപ്പച്ചനായാലും ശ്രീനാരായണ ഗുരു ആയാലും ഈ പറയുന്ന മറ്റ് നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ, അവരെല്ലാം ഒരു പുതിയ തരത്തിലുള്ള ആധുനിക സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ചവരാണ്. എങ്കിലും ഈ ആധുനിക സമൂഹ രൂപീകരണത്തിൻ്റെ പ്രബലമായ ധാരകൾ, ശക്തമായ ധാരകൾ, അത് ഈ പറയുന്ന കൊളോണിയൽ മോഡേണിറ്റിയിലൂടെയും നാഷണൽ മോഡേണിറ്റിയിലൂടെ, ദേശീയാധുനികതയിലൂടെയും ഒക്കെയാണ് വാസ്തവത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വരേണ്യവർഗം നയിക്കുന്ന, ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ ഒരു അഭിജാതവർഗം നയിച്ച ഒന്നാണ് നമ്മുടെ ഈ ആധുനികത എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് കെട്ടിയിറക്കിയ ഒരു സങ്കല്പനം ആയിരുന്നു. അത് അവർ ജീവിതം കൊണ്ട് അനുഭവിച്ച ഒരു കാര്യം അല്ല. ഇക്കാര്യത്തെക്കുറിച്ചാണ് വളരെ ഗൗരവമായി ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ജാതിയുടെ ഉന്മൂലനം എന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹം ഈ അദ്ദേഹം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടി നേതൃത്വത്തിലുണ്ടായ ഇന്ത്യൻ ഭരണഘടനയായാലും ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്ന ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയമായാലും അതൊക്കെ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ അംബേദ്കർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സോഷ്യൽ എഫിഷ്യൻസി, സാമൂഹ്യമായ കാര്യക്ഷമതയുള്ള ഒരു ജനത രൂപപ്പെട്ടാൽ മാത്രമേ ജനാധിപത്യം എന്ന് പറയുന്ന ഒന്നിന് നമ്മുടെ സമൂഹത്തിൽ പുലരാൻ കഴിയുകയുള്ളൂ എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. ഈ സാമൂഹ്യമായ കാര്യക്ഷമത, സോഷ്യൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നാം ഗ്രാസ് റൂട്ട് ലെവലിൽ തൃണമൂല തലത്തിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ടതാണ് എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് 5 കൊല്ലം കൂടുമ്പോൾ ഗ്രാമസഭയിലേക്കും അല്ലെങ്കിൽ പഞ്ചായത്തിലേക്കും അല്ലെങ്കിൽ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ എല്ലാ സാമാന്യ വ്യവഹാരങ്ങളിലും ജനാധിപത്യം എന്ന വാക്ക് കടന്നു വരുന്നത്. ജനാധിപത്യം കുടുംബത്തിൽ വേണമെന്നോ, ജനാധിപത്യം സമൂഹത്തിൽ വേണമെന്നോ, ജനാധിപത്യം സ്ഥാപനങ്ങളിൽ വേണമെന്നോ നമുക്ക് തോന്നാറില്ല. ജനാധിപത്യം എന്നത് പലപ്പോഴും ഈ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അത് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാശയമായിട്ടാണ് നിലനിന്നത്. പകരം ഒരു സമൂഹത്തെ സാമൂഹ്യമായ കാര്യക്ഷമതയിലേക്ക് എത്തിക്കാനുള്ള ഒരു പാഠ്യപദ്ധതിയുടെ തന്നെ ഭാഗമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം കഴിഞ്ഞ ഒരു 7 പതിറ്റാണ്ടായി ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുള്ള ഒരേ ഒരു കാര്യം ഈ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ എങ്ങനെ ആളുകളെ പങ്കാളികളാക്കാം. അതുകൊണ്ട് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്നുള്ള ആ കൺസെപ്റ്റ് മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിന് നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ജനാധിപത്യത്തെ കൂടുതൽ സൂക്ഷ്മമായ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ, വ്യക്തി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യം എന്ന് പറയുന്ന സങ്കല്പം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകമാണ് സുന്ദർ സരൂക്കായുടെ ദ സോഷ്യൽ ലൈഫ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന പുസ്തകം. വളരെ എല്ലാവരും സത്യത്തിൽ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അത് നമ്മുടെയൊക്കെ ഈ ജനാധിപത്യ ബോധത്തെ കൂടുതൽ സൂക്ഷ്മമാക്കാൻ സഹായിക്കുന്ന നിരവധി നിരീക്ഷണങ്ങൾ സരൂക്കായി അവതരിപ്പിക്കുന്നുണ്ട്.
അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തെ ഈ സാമൂഹ്യമായി കാര്യക്ഷമമാക്കുക, സോഷ്യലി എഫിഷ്യൻ്റ് ആക്കുക എന്ന് പറയുന്നൊരു പ്രവൃത്തിയിൽ നിന്ന് കേരളം അത് കുറേയേറെ നിർവഹിച്ച ഒരു സമൂഹമാണ്. അതാണ് 19-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായി കേരളത്തിൽ നടന്ന സാമൂഹ്യ ചലനങ്ങൾ. പക്ഷേ അതിൻ്റെ തുടർച്ച കേരളത്തിൽ പിന്നീട് ഉണ്ടായിട്ടില്ല. പുരോഗമനവാദികളെന്നും അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികളെന്നും മതനിരപേക്ഷവാദികളെന്നൊക്കെ പറയുന്ന ആളുകൾ സമൂഹത്തെ ചലിപ്പിക്കുന്ന ഒരു ഊർജമായി ഈ പറയുന്ന ജനാധിപത്യം, പുരോഗമനം, മതനിരപേക്ഷത, ഇതിനെ ഒന്നും നമ്മൾ സമൂഹത്തെ ചലിപ്പിക്കുന്ന ഊർജമാക്കി മാറ്റിയില്ല. നമ്മുടെ സമൂഹത്തെ ചലിപ്പിച്ചുകൊണ്ടേയിരുന്നത് പാർലമെൻ്ററി ജനാധിപത്യവും വികസനവും മാത്രമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടി നിങ്ങളുടെയോട് വോട്ട് ചോദിക്കുന്നത് ഞങ്ങൾ ഇന്ന വികസന പ്രവർത്തനങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇങ്ങനെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാം. അങ്ങനെ ഈ വികസനമാണ് ജനാധിപത്യം എന്ന വളരെ വളരെ പരിമിതമായ, ന്യൂനീകൃതമായ ഒരർത്ഥം, ഒരു റിഡക്ഷനിസ്റ്റ് മീനിങ് വാസ്തവത്തിൽ നമ്മുടെ ജനാധിപത്യ സങ്കല്പത്തിന് കൈവന്നിരിക്കുന്നു. ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ സാംസ്കാരികവും സാമൂഹ്യവുമായ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ജനാധിപത്യത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് പ്രധാനം. അങ്ങനെ ജനാധിപത്യത്തെ സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നാം ഈ പറഞ്ഞ പോലെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഉൾപ്പെടെ എല്ലാം ഈ മതാന്ധതയ്ക്കും മറ്റ് പലതരത്തിലുള്ള ജഡിലോക്തികൾക്കും കീഴടങ്ങും എന്നതാണ് പ്രധാനം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ വീടുകൾ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മതങ്ങളാണ്, നമ്മുടെ വീടുകൾ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആചാരങ്ങളാണ്, ജാതിയാണ്. അങ്ങനെ നമ്മുടെ വീടുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പരിഷ്കരിക്കപ്പെടാത്തതായി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മളെല്ലാ പരിഷ്കാരവും റോഡും തോടും പാലവും വിമാനത്താവളവുമാണ് പരിഷ്കാരം, അതാണ് ആധുനികത, അതാണ് വികാസം എന്ന് വിചാരിക്കുകയും അങ്ങനെ അല്ലാത്ത മനുഷ്യരെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു? അതുകൊണ്ട് മനുഷ്യനെ നിർമ്മിക്കുക എന്ന പ്രവൃത്തി ആരാണ് ചെയ്യേണ്ടത് എന്നതാണ് ചോദ്യം. മനുഷ്യനെ നിർമ്മിക്കുക എന്നൊരു പ്രവൃത്തിയുണ്ട്, അതിന് നമ്മൾ ഹ്യൂമൻ ഏജൻസി എന്നാണ് പറയാറുള്ളത്. ഈ ഹ്യൂമൻ ഏജൻസി ആരാണ് രൂപപ്പെടുത്തേണ്ടത്? അതാ ഇപ്പോൾ നമ്മുടെ ഘാതകവധം എന്ന് പറയുന്ന നോവലിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ പൗലോസ് എന്ന് പറയുന്ന ഒരു മതം മാറി വന്ന ഒരു ദളിത് ക്രിസ്ത്യനായിട്ടുള്ള ഒരു അടിമയാണ് ഇതിലെ കഥാപാത്രം. അദ്ദേഹത്തിനോട് പള്ളിയിലെ അച്ഛൻ നിങ്ങൾ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ അതിന് യജമാനനോട്, നമ്മളെ കേരളം എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ അടിമ വ്യാപാരവും അടിമത്വവും നിലനിന്നിരുന്നൊരു സമൂഹമാണെന്ന് നമുക്കറിയാമല്ലോ. അത് ഈ അടുത്ത കാലത്ത് അതിനെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും അത്തരമൊരു അടിമയായിരുന്നു പൗലോസ്. അതുകൊണ്ട് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ യജമാനരോട് ചോദിക്കണം. അങ്ങനെ യജമാനരോട് ചോദിക്കുകയാണ്, യജമാനരെ ഞാൻ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോയിക്കോട്ടെയോ എന്ന് ചോദിക്കുക. അപ്പോൾ യജമാനൻ പറയുന്നത്, നീ എവിടെ പോകണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് നിൻ്റെ ഉടമ എന്ന് പറയാണ്. അപ്പോൾ പൗലോസ് പറയുന്നത്, അയ്യോ യജമാനരെ അങ്ങനെ പറയരുതേ, ഞായറാഴ്ച ദിവസം പ്രാർത്ഥിക്കാൻ അനുവദിക്കണം. അങ്ങനെ തറുതല പറഞ്ഞപ്പോൾ ഈ ഉടമയ്ക്ക് അതൊട്ടും സഹിക്കാൻ പറ്റാതെ വരികയും അയാളൊരു ചാട്ടവാറെടുത്ത് പൗലോസിനെ ആഞ്ഞടിക്കുകയും ചെയ്യാൻ. അടി കൊണ്ട് പുളയുന്ന പൗലോസ് പറയുന്ന വാക്യം, അയ്യോ യജമാനരെ അടിക്കരുതേ, ഞങ്ങൾ മനുഷ്യരാണേ, ഞങ്ങൾക്ക് ആത്മാവുണ്ടേ എന്നതാണ്. മലയാളത്തിലെ ലക്ഷണമൊത്ത ധാരാളം നോവലുകളുണ്ട്. ആ നോവലിൽ എവിടെയും നിങ്ങൾ ഇങ്ങനൊരു വാക്യം കാണില്ല. ലക്ഷണം കെട്ടതായി നമ്മൾ മാറ്റിവെച്ച ഒരു നോവലിലാണ് ഞങ്ങൾ മനുഷ്യരാണേ, ഞങ്ങൾക്ക് ആത്മാവുണ്ടേ എന്ന് പറയുന്നത്. ഇതിനെയാണ് ഏജൻസി എന്ന് പറയാം. ഇതാണ് നിർവാഹകത്വം. ഞാനുണ്ട് എന്നും എനിക്ക് ചിലത് ചെയ്യാനുണ്ട് എന്നും ഉള്ള ആ ആത്മബോധത്തിലേക്ക് ഉണരുകയാണ് പൗലോസ് ചെയ്തത്. പൗലോസിനെ അങ്ങനെ ഉണർത്തിയത് ഒരുപക്ഷെ അദ്ദേഹം പരിചയപ്പെട്ട ഈ ആധുനിക മതമാണ്. അങ്ങനെയാണ് ഈ 19-ാം നൂറ്റാണ്ടിൽ പലതരത്തിലുള്ള നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ
അതിലൊക്കെ സംഭവിച്ചത്, അത് വി.ടി. ഭട്ടതിരിപ്പാട് സ്ത്രീകളുടെ, നമ്പൂതിരി സ്ത്രീകളുടെ കാര്യത്തിൽ ചെയ്തതായാലും, പൊയ്കയിൽ അപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ PRDS വഴി ചെയ്ത കാര്യമായാലും, ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിലൂടെ ചെയ്യാൻ ശ്രമിച്ചതൊക്കെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സവിശേഷമായ ഏജൻസിയിലേക്ക് മനുഷ്യരെ കൊണ്ടുവരികയാണ് ചെയ്തത്. ജാതി എന്ന് പറഞ്ഞാൽ ഏജൻസി ഇല്ലാത്ത ഒന്നാണ്. അവിടെയാ ജാതിയും സമുദായവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഈഴവരായി ജീവിക്കുന്നതും അവർ SNDPയുടെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുമ്പോൾ സംഭവിച്ചത്, അവർ ഏജൻസി ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഏജൻസി ഉണ്ടാവുകയാണ് ചെയ്തത്. അതായത് മനുഷ്യൻ എന്ന അർത്ഥത്തിൽ ഞാൻ മാറണം, എൻ്റെ ചുറ്റുമുള്ള സമൂഹത്തെ ഞാൻ മാറ്റണം, അതിന് ശേഷിയുള്ള ഒരു ജീവിയാണ് ഞാൻ എന്ന സ്വയം ബോധ്യമാണ് അവരെ മനുഷ്യർ എന്ന അർത്ഥത്തിൽ ഒരു പുതിയ ഏജൻസിയിലേക്ക് കൊണ്ടുവന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ നമ്മൾ തത്വചിന്താപരമായിട്ടൊക്കെ പറയുമ്പോൾ ഈ ആത്മബോധം രൂപപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാനും നിങ്ങളൊക്കെ ജനിക്കുന്നത് സബ്ജക്ട്സ് ആയിട്ടാണ്. സബ്ജക്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒന്നിൻ്റെ താഴെ പോയി നിൽക്കുക എന്നാണ് ശരിക്കും അർത്ഥം. ഇൻജെക്റ്റ്, പ്രോജക്റ്റ് എന്ന് പറയുന്ന പോലെയാണ് സബ്ജക്റ്റ്. അപ്പം നമ്മൾക്കൊക്കെ ജനിക്കുമ്പോൾ തന്നെ ചില ജാതി, ചില മതം, ആണ്, പെണ്ണ്, ഭാര്യ, ഭർത്താവ്, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ചില പദവികൾ ഞാനും നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ട്. ആ പദവികളിൽ ചിലതിൻ്റെ താഴെ എന്നെ കൊണ്ടു നിർത്തുമ്പോൾ ഞാൻ ആണാകുന്നു, ഞാൻ ഹിന്ദു ആകുന്നു, ഞാനൊരു പ്രത്യേക ജാതിക്കാരനാവുന്നു. അതൊന്നും എൻ്റെ ചോയ്സ് അല്ല. അതൊക്കെ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ നിർണയിക്കപ്പെട്ട് കഴിഞ്ഞിടത്ത് ഞാൻ പോയി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സണ്ണി എം കവിക്കാട് സംസാരിക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യം, ചിലർ പറയല്ലോ എനിക്ക് ജാതിയില്ല എന്ന് പറയും. പക്ഷേ എനിക്ക് ജാതിയില്ല എന്ന് നിങ്ങളുടെ മുന്നേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ അയൽ വീട്ടുകാരിൽ വന്ന് ചോദിച്ചാൽ മതി എന്താ അയാളുടെ ജാതി എന്ന്, അയാൾ പറഞ്ഞു തരും. കാരണം ജാതി എൻ്റെ ചോയ്സ് അല്ല, അത് ഉള്ള സമൂഹത്തിലേക്കാണ് ഞാൻ വന്നത്. മതം പോലും ഒരു പക്ഷേ നമ്മുടെ ചോയ്സാണ്, പക്ഷേ ജാതി നമ്മുടെ ചോയ്സ് അല്ല. അതുകൊണ്ടാണ് ദളിത് ക്രിസ്ത്യാനി എന്നുള്ള വാക്കെന്നെ വരുന്നത്. അതാ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജാതി എന്ന് പറയുന്നത് ഉന്മൂലനം ചെയ്യപ്പെട്ടാലേ ജാതി ഇല്ലാതാവൂ എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഈ ജാതി എന്ന് പറയുന്ന ഒന്ന്, അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത്, ലിംഗവ്യത്യാസം എന്ന് പറയുന്നതൊന്നും എൻ്റെ ചോയ്സ് അല്ല, എന്നെ കൊണ്ട് നിർത്തിയതാണ്. പക്ഷെ അങ്ങനെ നിർത്തിയ സ്ഥലത്ത്, അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അതാണ് കർത്തൃത്വം എന്ന് മലയാളത്തിൽ പറയാറുള്ളത്. അവിടെ നിൽക്കുന്ന എനിക്ക്, നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആത്മാവുണ്ടേ, സെൽഫ് എന്ന് പറയുന്നത് അത് എൻ്റെതാണ്. അതെൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ, ചിന്തയിലൂടെ, രാഷ്ട്രീയ ബോധ്യത്തിലൂടെ, സാമൂഹ്യ ജീവിതത്തിലൂടെ രൂപപ്പെട്ടു വരുന്നതാണ് ആത്മം, സെൽഫ് എന്ന് പറയുന്നത്. ഈ ആത്മബോധം ഉണ്ടായി വരുമ്പോൾ എൻ്റെ സബ്ജക്റ്റിവിറ്റി ശരിയല്ല എന്ന് എനിക്ക് തോന്നും. അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവുമ്പോഴാണ് ഞാൻ ഏജൻ്റ് ആവുന്നത്. അപ്പോഴാണ് ഞാൻ നിർവാഹകനോ നിർവാഹകയോ ആയിത്തീരുന്നത്. എൻ്റെ സബ്ജക്റ്റിവിറ്റി, ഞാൻ നിൽക്കണ ഈ തറ ശരിയല്ല എന്ന് നമ്മൾക്ക് തന്നെ തോന്നണമെങ്കിൽ നമുക്ക് ഈ ആത്മബോധം രൂപപ്പെട്ടു വരണം. അതുകൊണ്ട് നേരത്തെ മാഷ് പറഞ്ഞല്ലോ, അടുത്ത ജന്മത്തിൽ എന്നെ ബ്രാഹ്മണനാക്കണമെന്ന് പറഞ്ഞ ഒരാൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ, അയാൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും വോട്ട് ചെയ്യുമ്പോൾ, ആ വോട്ട് ചെയ്യുന്ന ആള് സെൽഫ് ആയിട്ടുള്ള ഈ പറയുന്ന ആത്മബോധമുള്ള ഒരാളല്ല. അയാൾ ഒരിക്കലും ഞാൻ ആര് എന്ന് ഒരിക്കൽ പോലും ജീവിതത്തിൽ ചോദിക്കുന്നില്ല. അങ്ങനെ ചോദിക്കാത്ത ഒരാൾക്ക് മാത്രമേ ഈ പറഞ്ഞ വാചകത്തിൻ്റെ അപകടം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ശബരിമലയിലെ ഈ പറയുന്ന സ്വർണം മുഴുവൻ മോഷ്ടിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, SITയിലൊന്നുള്ള ആളല്ല ഞാൻ, എനിക്കൊരു തെളിവ് എൻ്റെ കയ്യിലില്ല. പക്ഷെ നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ അറിയാം അത് ചെയ്യുന്നതിൻ്റെ പുറകിൽ ഒരു പ്രധാനപ്പെട്ട കണ്ണി തന്ത്രിയായിരിക്കും എന്ന്. പക്ഷെ ആ തന്ത്രിയാണത് ചെയ്തതെന്ന് പറയാൻ നമ്മൾ പരസ്പരം രാഷ്ട്രീയ പാർട്ടികൾ ഇതര രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുന്നതിന് പകരം എല്ലാവരും കൂടി എന്തുകൊണ്ടാണ് തന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടാത്തത്? എന്തിനാണ് തന്ത്രിയോട് നമുക്കിങ്ങനെ സോഫ്റ്റ് കോർണർ തോന്നുന്നത്? അതിൻ്റെ കാരണം ബ്രാഹ്മണ്യമാണ് നമ്മുടെ സമൂഹത്തെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യയശാസ്ത്രം എന്നാണ്. അതുകൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റാതെ വരുന്നത്. അതുകൊണ്ട് ശബരിമലയിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ, അത് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയാണ്. ഭരണഘടനാ ബെഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അവരത് പറഞ്ഞത്. അതിനെതിരെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ആചാരമാണോ പ്രധാനം, ഭരണഘടനയാണോ പ്രധാനം എന്ന ചോദ്യമാണ്. ആ ചോദ്യം എന്തുകൊണ്ടാണ് മലയാളിക്ക് ചോദിക്കാൻ പറ്റാത്തത്? കാരണം അയാൾ
ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റ് ആയിട്ടുള്ളൂ, അയാളൊരു ഏജൻസി ആയിട്ട് വികസിക്കുന്നില്ല. കാരണം അയാളുടെ സെൽഫ് എന്ന് പറയുന്നത് ഇപ്പോഴും സെൽഫിയിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നതാണ് കാര്യം. അങ്ങനെ കമ്പോളം വിഴുങ്ങിയ ആത്മബോധമാണ് നമ്മുടേത്. അതുകൊണ്ട് ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങുന്ന കാറാണ്, ഞാൻ വാങ്ങിക്കുന്ന വീടാണ്, എൻ്റെ ആർഭാടങ്ങളാണ്, എൻ്റെ മകൻ പഠിക്കുന്ന വിദേശ രാജ്യത്തിൻ്റെ പേരാണ് എന്ന് കരുതുന്ന മനുഷ്യർ നേരത്തെ പറഞ്ഞ സെൽഫ് ഉള്ളവരല്ല എന്നതാണ് പ്രധാനം. അഥവാ അവരവരുടെ സെൽഫിനെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കമ്പോളം കവർന്നെടുത്ത ആത്മബോധമുള്ള മനുഷ്യർ അവർക്കൊരിക്കലും അവരുടെ സബ്ജക്റ്റിവിറ്റിയെ മാറ്റാനുള്ള ഏജൻസിയുടെ പണി ഏറ്റെടുക്കാൻ, ആ തരത്തിൽ ഉയരാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ സാംസ്കാരിക പ്രവർത്തനം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇങ്ങനെ പ്രഭാഷണം നടത്തുക എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറം ഒരുപക്ഷെ ഈ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുക എന്നത് തന്നെയാണ്. അങ്ങനെ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ഒരുപക്ഷെ ഇന്ന് ഏറ്റവും അധികം പരിക്കേൽക്കുക സാംസ്കാരിക പ്രവർത്തകർക്കായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റേ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ ശ്രമകരമായ ഒരു ദൗത്യമാണിത്. നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ അതുണ്ടാക്കുന്ന അലയൊലികൾ ചെറുതല്ല എന്ന് നമുക്ക് എത്രയോ അനുഭവങ്ങൾ. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 10, 21, 22 വയസ്സുള്ള കുട്ടികളെ, പ്രത്യേകിച്ചും പെൺകുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനാണ്. അവരുടെയൊക്കെ ജീവിതം എനിക്കറിയാം. അതുകൊണ്ട് നവോത്ഥാനം എന്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സെക്കുലറിസം എന്താണ് എന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും വിവരിക്കാൻ കഴിയാത്ത, മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും വേദനാനിർഭരമായ ഈ കുടുംബത്തിൻ്റെ കെട്ടുപാടുകൾക്കും ചങ്ങലക്കണ്ണികൾക്കും ഇടയിലൂടെയാണ് നമ്മുടെ പെൺകുട്ടികളുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഈ ജാതീയമായ, മതപരമായ, ലിംഗപരമായ അടിമത്തം നിലനിൽക്കുന്ന അടിമകളുടെ ഒരു കൂടാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അതൊരു അടിമ വീടാണ്. ആ അടിമ വീട് എന്താണ്, ആ അടിമത്തം എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ അവർ പോകുന്ന കാറിലേക്ക് നോക്കിയാലോ അവരുടെ വീടിൻ്റെ വലിപ്പം നോക്കിയാലോ മനസ്സിലാവില്ല. അവരുടെ ആ വീട്ടിലെ പെൺകുട്ടികളോട് നിങ്ങൾ സംസാരിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരൊക്കെ എത്ര ഭീകരമായ അടിമത്തമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഇപ്പൊ പല രക്ഷിതാക്കളും പറയുന്നത് മക്കൾക്കൊന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല എന്നാ. ആരാണ് കല്യാണം കഴിക്കുക? ഇങ്ങനെയുള്ള ഒരു കുടുംബ സംവിധാനത്തിനകത്ത് തുടരാൻ ആത്മബോധമുള്ള ഒരു പെൺകുട്ടിക്കും സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് വിവാഹബന്ധങ്ങൾ ആളുകൾ വേർപെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്ക് നമ്മുടെ സംസ്കാരം തകർന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഏച്ച് കെട്ടി ഉറപ്പിക്കാനുള്ള ഒന്നല്ല ഈ കുടുംബം എന്ന് പറയുന്നത്. സ്വതന്ത്രമായി ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ് നമ്മുടെ പെൺകുട്ടികൾ. അവരാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് യൂണിവേഴ്സിറ്റിയിലേക്കും കോളേജിലേക്കും ഒക്കെ വരുന്നത്. ഞാനൊക്കെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണത് എന്താ? രാവിലെ നീട്ടാൽ ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശാവബോധമാണ് പഠിപ്പിക്കുന്നത്. ദളിത് സാഹിത്യം, സ്ത്രീവാദ സാഹിത്യം, ഇതൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിസേബിലിറ്റി സ്റ്റഡീസ്, ഈ ട്രാൻസ്ജെൻഡറിൻ്റെ വിഷയങ്ങൾ, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടി പോണത് എവിടേക്കാ? ഈ പറഞ്ഞ ബ്രാഹ്മണരെ വിളിച്ചിട്ട് പൂജ നടത്തുന്ന ഏർപ്പാട്ടിലേക്കാ. അങ്ങനെ കുട്ടികൾക്ക് അധികകാലം നിൽക്കാൻ കഴിയില്ല. അപ്പൊ ഈ സെൽഫും സബ്ജക്റ്റും തമ്മിലുള്ള സംഘർഷത്തിൽ അവർ ഏജന്റുകളാവും. അവർ ഏജന്റുകളാവുമ്പോൾ അവർ കുടുംബം വിട്ടു പോകും, കുടുംബത്തെ നാറ്റിക്കും എന്ന് ചുരുക്കം. അതാണ്. അതുകൊണ്ട് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ പരിവർത്തനങ്ങൾ ഈ പുരോഗമനവാദികളായിട്ടുള്ള ആളുകളെങ്കിലും മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ്. അതുകൊണ്ട് പുതിയ കുട്ടികളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, അവർക്ക് അത്രയും വെറുപ്പാണ് ഈ ഗാർഹിക അന്തരീക്ഷം എന്ന് പറയുന്നത്. പലപ്പോഴും പേടിച്ചിട്ടാണ് അവർ വീട്ടിലേക്ക് പോകുന്നതും വീട്ടിൽ നിന്ന് വരുന്നതും ഒക്കെ. അതാ, എല്ലാറ്റിൻ്റെ മുകളിലും ഈ കങ്കാണി നോട്ടമാണ്. പിന്നെ ചില കോളേജുകളും ഇപ്പം അങ്ങനെയാണ്. എവിടെയൊക്കെ CCTV വെക്കാം എന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ പുതിയ കർത്തൃത്വ രൂപങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ, പുതിയ തലമുറയെ അതിനെ പ്രാപ്തരാക്കാൻ, അവർക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സെക്കുലർ കുടുംബം എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും സാക്ഷാത്കരിക്കപ്പെടും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നെപ്പോലെ മകൻ കല്യാണം കഴിക്കാനായിട്ടുള്ള ഒരാളല്ല ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് ആധിപ്പെടേണ്ടത്. എൻ്റെ മകനാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. അതാ, അയാളെ തീരുമാനമെടുക്കാൻ പ്രാപ്തമാക്കുക എന്ന് പറയുന്നതാണ് ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. അതിന് ഏറ്റവും പ്രധാനം അവരെ സ്വതന്ത്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. സ്വതന്ത്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ വീടിനകത്ത് ജനാധിപത്യം ഉണ്ടാവും. അതാ. അപ്പോൾ ഈ ഇന്ദുലേഖ എന്നുള്ള നോവലില് ഇന്ദുലേഖനെ സൂര്യ നമ്പൂതിരിപ്പാടിന് സംബന്ധം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു.
അങ്ങനെയാണല്ലോ, അത് പെൺകുട്ടികളോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചുമേനോൻ തീരുമാനിച്ചു. പക്ഷേ കഷ്ടകാലത്തിന് ഈ ഇന്ദുലേഖ ഇംഗ്ലീഷ് പഠിച്ച പെണ്ണാണ്. ഇംഗ്ലീഷ് പഠിച്ച പെണ്ണായതുകൊണ്ട് ഇനി എന്തെങ്കിലും കുഴപ്പം സൃഷ്ടിച്ചാലോ എന്നൊരു പേടി പഞ്ചുമേനോൻ. അങ്ങനെയാണ് പഞ്ചുമേനോൻ ഇന്ദുലേഖയുടെ അച്ഛനെയും കൊണ്ട് ഒരു ദിവസം രാത്രി ഇന്ദുലേഖ ഉറങ്ങുന്ന മുറിയിലേക്ക് ചെന്നു. അപ്പോൾ അവൾ എന്തോ ഈ മണ്ണെണ്ണ വിളക്കിൽ ഇങ്ങനെ കണ്ണിൻ്റെ അടുത്ത് പിടിച്ച് വായിച്ചുകൊണ്ടിരിക്കുക. എന്താ മോളെ വായിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും ശാകുന്തളമാണെന്ന് പറയും. ശാകുന്തളം എന്തിനാ അങ്ങനെ കണ്ണിൻ്റെ അടുത്ത് വെച്ച് വായിക്കണമെന്ന് ചോദിക്കുമ്പോൾ പറയും ചെറിയ അക്ഷരമായതുകൊണ്ടാന്ന് പറയും. അത് വലിയ അക്ഷരമുള്ള ഒരു ശാകുന്തളം നമുക്ക് നാളെ തന്നെ അച്ചടിപ്പിക്കാമല്ലോ എന്നൊക്കെ പറയും. എന്നെ മകളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവൾ പറയും അങ്ങനെ അച്ചടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അച്ചടി എന്താന്ന് ഈ പഞ്ചുമേനോനെ പഠിപ്പിക്കുക. പിന്നെ മണ്ണെണ്ണ എന്താണ്, തീവണ്ടി എന്താണ്, ഇതൊക്കെ പറഞ്ഞ് നേരം കുറേ പോയി. അപ്പോൾ അവസാനം ഈ വന്ന കാര്യം പറയാൻ ഇവർക്ക് ഇങ്ങനെ ഒരു മടിയാണ്. കാരണം ഇവൾ ഇംഗ്ലീഷ് പഠിച്ച പെണ്ണാണല്ലോ. അവസാനം പറയാണ്, ഞങ്ങൾ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നിന്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അതിൽ നിന്റെ അഭിപ്രായം അറിയാനാണ് വന്നത്. ഉടനെ ഇവൾ ചോദിക്കുന്നത് എന്താ തീരുമാനം എടുത്തതെന്നല്ല, അവൾ ചോദിക്കുന്നത് തീരുമാനിച്ച കാര്യങ്ങൾക്ക് ആരും അഭിപ്രായം ചോദിക്കാറില്ലല്ലോ എന്നാണ്. അത് കേട്ടപ്പോൾ പഞ്ചുമേനോൻ പറയുന്നത് അതാ ഇംഗ്രിയസ് പുറപ്പെടുകയായി എന്നാണ്. അവൾ മലയാളത്തിലാണ് പറഞ്ഞത്, പക്ഷേ പഞ്ചുമേനോൻ കേട്ടത് ഇംഗ്ലീഷാണ്. അതിൻ്റെ പേരാണ് ജനാധിപത്യം. നിങ്ങൾ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ ആരെയാണോ അത് ബാധിക്കുന്നത് അയാളുടെ അഭിപ്രായം അറിയുക എന്നുള്ളതാണ് ജനാധിപത്യം. അത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല. 1885 അതില്ല. 2026 അതില്ലാത്ത എത്രയോ കുടുംബങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ പഞ്ചുമേന്മാന്മാർ ഭരിക്കുന്ന ഒരു കുടുംബമാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് ഈ പാട്രിയാർക്കി എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യം, സവിശേഷമായി പറഞ്ഞാൽ ബ്രാഹ്മിൺ പാട്രിയാർക്കി എന്ന് വിളിക്കുന്ന ഒന്ന് വളരെ ശക്തമാണ് കേരളീയ സമൂഹത്തിൽ എന്നതുകൊണ്ടാണ് 1,00,000 വോട്ടിന് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവണമെന്ന് ആഗ്രഹിച്ച ഒരാളെ നാം സാംസ്കാരിക തലസ്ഥാനത്ത് നിന്ന് ജയിപ്പിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ ബ്രാഹ്മിൺ പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു സാധനത്തെ തകർത്തെറിയാതെ ഒരു സെക്കുലർ സമൂഹം സാധ്യമല്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഈ പലതരത്തിൽ ഈ ആശയത്തെ, അത് ജാതി മതമൊന്നുമില്ല, എല്ലാ മതവിശ്വാസികളും ഇവരെയൊക്കെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പറയുന്ന ആശയം പ്രചരിപ്പിക്കുന്ന ആളുകളെ, അതിപ്പോൾ കോൺഗ്രസ് പോലെയും മാർക്സിസ്റ്റ് പാർട്ടി പോലെയും സോഷ്യലിസ്റ്റ് പാർട്ടി പോലെയും ഒരു പാർട്ടിയാണെന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതങ്ങനെയുള്ളൊരു സാധനമല്ലെന്നും അത് മൗലികമായി നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ തന്നെ കാർന്നു തിന്നുന്ന ഒരു വൈറസാണെന്നും ഇതുവരെയായിട്ടും മലയാളിക്കും മനസ്സിലായിട്ടില്ല. അതിനൊക്കെ കാരണം കൾച്ചറൽ അംനേഷ്യ എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ ഈ ഭൂതകാലം ഉണ്ടല്ലോ. നാരായണ ഗുരു എന്താണ് ചെയ്തത്? വാസ്തവത്തിൽ നമ്മളെപ്പോഴും നാരായണ ഗുരുവിനെ ഇങ്ങനെ വേദിയിൽ ഉദ്ധരിക്കാനുള്ള ഒരു ചിന്തകനായിട്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. എന്നെയൊക്കെ ചില സ്ഥലത്ത് ഈ നവോത്ഥാന പ്രസംഗത്തിന് വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഞാൻ അതിനധികം പോവാറില്ല. കാരണം സ്വാഗതം പറയുന്ന ആൾ പറയും നമ്മുടെ നവോത്ഥാന മൂല്യങ്ങളൊക്കെ കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. അത് കുറച്ചു നേരം ഉയർത്തിപ്പിടിക്കാൻ അനിൽ മാഷെ ക്ഷണിക്കുന്നു. അപ്പോൾ അനിൽ മാഷ പണി എന്താ വെച്ചാൽ കുറച്ചു നേരം ഈ നവോത്ഥാന മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുക, കൈ കുഴഞ്ഞ് അത് താഴെ വയ്ക്കുക, വീട്ടിൽ പോയിട്ട് പഴയ മാതിരിയൊക്കെ ജീവിക്കുക. ഇങ്ങനെ അയവെട്ടാനുള്ള ഒരു ഓർമ്മയല്ല നവോത്ഥാനം, നമ്മുടെ തന്നെ ജീവിതത്തിൽ ഇടപെടാനുള്ളതാണത്. അതാണ്. അതുകൊണ്ട് ഇടപെടലാണ് സെക്കുലറിസം എന്ന് പറയുന്നത്. അത് ചിന്തിച്ചും ചർച്ച ചെയ്തും കുറേ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയും പുസ്തകങ്ങൾ എഴുതിയും നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ എനിക്കുണ്ടായ മറ്റൊരു അനുഭവം കൂടി ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ടൊന്ന് പങ്കുവെക്കാം. കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പാണ് എൻ്റെ വീടിനടുത്ത് ഈ ഏപ്രിൽ മെയ് മാസക്കാലത്ത് ചെറിയ കുട്ടികൾക്കുള്ള ഒരു ക്യാമ്പ് നടക്കുകയാണ്, നാടക ക്യാമ്പ്. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ സംഘാടകർ, മാഷ് എപ്പോഴെങ്കിലും ഒന്ന് അവിടെ കയറണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരിക്കൽ അവിടെ കയറി. അപ്പോൾ കുട്ടികളൊക്കെ എന്തോ ഒരു അസൈൻമെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. കുട്ടികളെയൊക്കെ ഗ്രൂപ്പായിട്ട് തിരിച്ച് ഓരോ വിഷയം കൊടുത്ത് അവരോട് നാടകമായിട്ട് അഭിനയിക്കാൻ പറയാം. അപ്പോൾ അതിലൊരു ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്നത് മരണം, അതുപോലെ ചന്ത, സമരം, വിവാഹം, ഇങ്ങനെ പലതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിവാഹം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ അടുത്തൊക്കെ ഞാൻ ചെന്നു. അപ്പോൾ അവിടെ 5-6 കുട്ടികളാണ്. അവർ 6-7 പഠിക്കുന്ന ചെറിയ പിള്ളേരാ. അവർ ഗൗരവമായി ചർച്ച ചെയ്യുന്നത് നമ്മളുടെ ഇടയിൽ ആരാപ്പം നമ്പൂരിയാവുക എന്നാണ്.
അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ മോനെ ഈ കല്യാണത്തിന് നമ്പൂരിയാവണേ? കല്യാണത്തിന് ആദ്യം വേണ്ടത് വധുവും വരനൊക്കെ അല്ലേ. അപ്പം അവർ പറഞ്ഞു, അതല്ല മാഷെ, താലി എടുത്തു കൊടുക്കണ്ടേ. ഇങ്ങനെ താലിയെടുത്ത് നമ്പൂതിരി വന്ന് താലിയെടുത്ത് കൊടുത്താലേ കല്യാണം നടക്കും. ആ കുട്ടി ആരാ പഠിപ്പിച്ചത്? തീർച്ചയായും ആ കുട്ടി സ്കൂളിൽ നിന്ന് പഠിച്ചതല്ല. ആ കുട്ടി ഒരുപക്ഷെ നമ്മൾ വീട്ടിൽ നിന്നും പഠിപ്പിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെല്ലാ ഞായറാഴ്ചയും കല്യാണത്തിന് ഇങ്ങനെ പോവുകയാണല്ലോ. അപ്പോൾ കല്യാണം വിജയിപ്പിക്കലാണ് മലയാളിയുടെ ഒരു പ്രധാനപ്പെട്ട ജോലി. ഇപ്പോൾ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു അധ്യാപകൻ്റെ അനുസ്മരണം നടത്തുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ പറഞ്ഞു, അന്ന് പ്രധാനപ്പെട്ട കല്യാണമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നോക്കാം. ഒരാൾ മരിച്ച ദിവസം തന്നെ വേണ്ടേ അയാൾ അനുസ്മരിക്കാൻ. അത് പ്രധാനപ്പെട്ട കല്യാണം ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുമോ മരിച്ചുപോയ ആളുടെ ചരമദിനം ആചരിക്കുന്നത്? അങ്ങനെ ആയിട്ടുണ്ട് നമ്മളുടെ ചിന്ത. അപ്പം അതുകൊണ്ട് ഈ കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടി വാസ്തവത്തിൽ കാണുന്നത്, സ്ഥിരമായി കാണുന്നത്, ഈ കല്യാണ വേദിയിൽ വന്ന് ഷർട്ടൊന്നും ഇടാതെ ഒരാൾ ഇതെടുത്ത് ഇങ്ങനെ കൊടുക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മംഗളമായി നടക്കുന്നത്. അപ്പം നമ്മളവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ഭക്ഷണം കഴിച്ച് വരികയായിരിക്കും. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കുട്ടിയുടെ പാഠശാലയാണ്. ഇതാണ് അൽത്യൂസർ പറയുന്നത്. മുട്ടുകുത്തിയാണ് ദൈവം ഉണ്ടായതെന്ന് അൽത്യൂസർ പറയും. അതാ, അല്ലാണ്ട് ദൈവത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടല്ല ഒരാൾ ദൈവവിശ്വാസിയായത്. നമ്മളെയൊക്കെ അമ്മമാരോ അച്ഛന്മാരൊക്കെ അമ്പലത്തിലേക്കോ പള്ളിയിലേക്കോ കുട്ടി കൊണ്ടുപോകും. ഇമ്പോറ്റിയാണ് തൊഴുതോന്ന് പറയും. അപ്പോൾ ഇമ്പോറ്റിയാണ് തൊഴുതോന്ന് പറയുമ്പോൾ നമ്മൾ തൊഴുത് ആ സാധനം നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിഷ്കളങ്കമല്ല. അതിലൂടെയാണ് ഐഡിയോളജി എന്ന് പറയുന്നത് ഉറപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഐഡിയ അല്ല, അത് ഡിസ്കോഴ്സാണ്, അത് വ്യവഹാരമാണ്. അത് വ്യാവഹാരികമായിട്ട് നമ്മളെ മാറ്റിത്തീർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഹിന്ദുക്കളാവുന്നത്, നമ്മൾ പുരുഷന്മാരാവുന്നത്, നമുക്കൊരു പ്രത്യേക ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളാവുന്നത്. എല്ലാം ഈ വ്യവഹാരത്തിലൂടെയാണെന്നുള്ളതാണ് പ്രധാനം. അപ്പം അതുകൊണ്ട് എന്നാൽ ഇതിന് വിപരീതമായൊരു അനുഭവം എനിക്കുള്ളത് കൂടി ഞാൻ പറയാം. പലയിടങ്ങളിലും ഞാനിത് പറയുന്നതാണ്. എൻ്റെ നാട്ടിൽ മുമ്പൊരു കാർത്തിയായനി എടുത്തിട്ടുണ്ടായിരുന്നു. അവർ ജനാധിപത്യമേള അസോസിയേഷൻ്റെ പ്രവർത്തകയ്ക്കായിരുന്നു. ഒരു കർഷക തൊഴിലാളിയായിരുന്നു. 4ാം ക്ലാസ് വരെ അവർ പഠിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ തീരെ വയ്യാതെ കിടക്കുമ്പോൾ ഒരിക്കൽ ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവരുടെ വയ്യാതെ കിടക്കുക, അവരുടെ കഴുത്തിലൊരു ലോക്കറ്റ്, അരിവാൾ ചുറ്റിക ലോക്കറ്റാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇതെന്താ കാർത്തിയനെടുത്ത് നിങ്ങളെ കഴുത്തിൽ ഇങ്ങനെ ഒരു ലോക്കറ്റ് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അതിൻ്റെ കെട്ടിയോൻ അന്ന് തന്നെ എന്നോട് ഞങ്ങളെ കല്യാണം നടത്തിയ പൊട്ടതാണ്. അത് കെട്ടിയെന്ന് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മൂപ്പരെന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ, ഞാനാണ് ആദ്യം മരിച്ചു പോകുന്നതെന്നുണ്ടെങ്കിലും ഈ താലിയൊന്നും നീ ഉപേക്ഷിക്കാൻ പാടില്ല. സാധാരണ അങ്ങനെയാണല്ലോ, ഭർത്താവ് മരിച്ചാൽ ഭാര്യ താലിയൊക്കെ ഉപേക്ഷിക്കും. പക്ഷെ ഇതങ്ങനെ ചെയ്യരുത്. കാരണം ഇത് ഞാനും നീയും വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അടയാളമാണ്. അത് മരിക്കണവരെ നിന്റെ നെഞ്ചത്തുണ്ടാവണം എന്ന് പറഞ്ഞാണ് അയാൾ കെട്ടിയത്. അതൊരു സ്കൂളിൽ വെച്ചാ കല്യാണം. അന്നത്തെ ഒരു പാർട്ടി നേതാവ് വന്ന് മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഞങ്ങളൊക്കെ ഓരോ ചായയും കുടിച്ച് പിരിഞ്ഞതാ. അല്ല ഇന്നത്തെ കുട്ടികളെ മാതിരി അമ്പലത്തിലൊന്നും പോയിട്ടല്ല ഈ പരിപാടിയൊന്നും. 84 വയസ്സിൽ മരിക്കാൻ കിടക്കുമ്പോഴും ഭർത്താവ് മരിച്ച് 15 കൊല്ലം കഴിഞ്ഞിട്ടും ആ അമ്മയ്ക്ക് ഒരു കൂസലും ഇല്ല ഇത് പറയാൻ. എന്തുകൊണ്ടാണ് ഈ മാറ്റം? ഈ മാറ്റത്തിൻ്റെ പേരാണ് ഞാൻ പറയുന്ന കേരളീയ സമൂഹത്തിൻ്റെ പിന്മടക്കത്തിൻ്റെ സൂചനകളാണ്. അതുകൊണ്ട് നമ്മുടെ സാംസ്കാരിക രംഗത്തെ പ്രതിലോമകരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പുസ്തകം വായിച്ചോ പത്രം വായിച്ചോ ലേഖനങ്ങൾ വായിച്ചോ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് റെയ്മണ്ട് വില്യംസ് പറയുന്നത്, വാട്ട് ഈസ് കൾച്ചർ? കൾച്ചർ ഈസ് ഓർഡിനറി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ സാമാന്യ ജീവിതത്തിലേക്ക് വെറുതെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി, മനസ്സിലാവും മലയാളി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ സാധാരണ എൻ്റെ ഇത്തരം നമ്മുടെയൊക്കെ എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നത് വരെ, 10ാം ക്ലാസ് ജയിക്കുന്നത് വരെ ഒരു തികഞ്ഞ ഭക്തനായിരുന്നു ഞാൻ. എൻ്റെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ രാവിലെ തന്നെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് എന്നിട്ടേ ഞാൻ സ്കൂളിൽ പോവുള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ എൻ്റെ പഠിത്തം ആവില്ല എന്ന് എനിക്കൊരു പേടിയായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് പാസ്സായിട്ട് ഞാൻ പ്രീ ഡിഗ്രി അന്ന് +2 അല്ല, പ്രീ ഡിഗ്രി ആണല്ലോ, ഫാറൂഖ് കോളേജിലാണ് ഞാൻ ചേരുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് കുറേ ദൂരെയാണ്. അപ്പോൾ ബസ് കയറിയിട്ട് വേണം പോകാൻ. ആദ്യമായിട്ടാണ് ഞാൻ ബസ് കയറി ഒറ്റയ്ക്ക് ഇങ്ങനെ കോളേജിലേക്ക് പോകുന്നത്. അങ്ങനെ കോളേജിലേക്ക് പോകാൻ വേണ്ടി എൻ്റെ നാട്ടിലാകെ ഒരു ബസ്സേ ഉള്ളൂ അന്ന് ഈ കോളേജ് വഴി. ആ ബസ്സിന് കയറി ഇരിക്കുക ഞാൻ. അപ്പോൾ എൻ്റെ നാട്ടിലെ ഈ ഓട്ട് കമ്പനി തൊഴിലാളികൾ, കൊപ്രക്കള്ളിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, അവരൊക്കെ ആ ബസ്സിലുണ്ട്. പിന്നെ ഞാനും ഉള്ളത്. അപ്പോൾ എന്നോട് ചോദിച്ചു, എങ്ങോട്ടാണോ പോണത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കോളേജിലേക്ക് പോവുകയാണ്, 10ാം ക്ലാസ് പാസ്സായി. ഇവരൊക്കെ എൻ്റെ ഏട്ടന്മാരാണ്, എന്നേക്കാൾ പ്രായമുള്ള ആളുകളാണ്. അപ്പോൾ അവർ ചോദിച്ചു, എടാ കോളേജിലേക്കൊക്കെ അല്ലേ ഈ പോണത്, എന്താ എൻ്റെ നെറ്റീമിൽ കാക്ക തൂറിയമാതിരി ഒരു കുറി എന്ന് ചോദിച്ചു.
അത് കേട്ടപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു പുരുഷന്മാരുടെയും നെറ്റിയിൽ കുറിയില്ല. അപ്പോൾ എനിക്കും തോന്നി അതൊരു ശരിയല്ല, ഞാനൊരു മോശപ്പെട്ട കാര്യമാണോ ചെയ്യുന്നതെന്ന്. ദൈവവിശ്വാസം മനസ്സിന്ന് പോയില്ലെങ്കിലും തൽക്കാലം ഇത് വേണ്ടാന്ന് തീരുമാനിച്ച് ബസ് എടുക്കുന്നതിൻ്റെ മുന്നേ ഞാനത് മെല്ലെ അങ്ങ് മായ്ച്ചു കളഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ എന്നെ ചോദ്യം ചെയ്യാനും എന്നെ തന്നെ ഞാൻ ചെയ്തൊരു പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിപ്പിക്കാനുമുള്ള ശേഷി എൻ്റെ നാട്ടിലെ തൊഴിലാളികൾക്കുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ഇന്ന് അക്കാലത്ത് എന്നോട് ആ ചോദ്യം ചോദിച്ചവർ പലരും 3 തവണ ശബരിമലയ്ക്ക് പോകുന്നവരും അവരുടെ മക്കളിൽ പലരും RSS വരുമാണ്. ഇതാണ് കേരളത്തിൻ്റെ പിന്നടത്തം എന്ന് പറയുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണം ജനാധിപത്യം എന്നത് പാർലമെൻ്ററി ജനാധിപത്യമാണ് എന്ന നാളിതുവരെ നാം കൊണ്ടു നടന്ന ആ അബദ്ധജടിലമായ രാഷ്ട്രീയ ബോധത്തിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന, അതിനെ തന്നെ നവീകരിക്കാൻ കഴിയുന്ന ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ സെക്യുലറിസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സാധ്യമാവുകയുള്ളൂ എന്നതാണ് കാര്യം. ആ അർത്ഥത്തിൽ നമ്മൾ വലിയ തോതിലുള്ള സാമൂഹ്യമായ ഇടപെടലുകൾ അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. അന്യമത വിരോധത്തിൻ്റെയും ജാതീയമായ മുൻവിധികളുടെയും ഒക്കെ അകത്തേക്ക് അനുദിനം മലയാളി കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിന് രാഷ്ട്രീയ കക്ഷിഭേദമോ പുരോഗമന ചിന്താഗതിക്കാരനാണെന്നുള്ള മേലങ്കിയോ ഒന്നും തന്നെ അതിന് ബാധകമല്ല. അത്രയും ഭീകരമാണ് നമ്മുടെ അന്യമത വിരോധം എന്ന് പറയുന്നത്. ആ അന്യമത വിരോധത്തിൻ്റേതായിട്ടുള്ള വഴികളിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സെക്യുലറിസം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ മതനിരപേക്ഷത അനിവാര്യമാണ്. കാരണം സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അസന്തുലിതാവസ്ഥയെ തുലനം ചെയ്യുന്നത് സാഹോദര്യം എന്ന ആശയമാണ്. കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണത്. വലിയ തോതിൽ ലോകത്തുടനീളം ചർച്ച നടന്ന ഒരു കാര്യമാണ് ദ കോൺട്രഡിക്ഷൻ ബിറ്റ്വീൻ ഈ പറയുന്ന ഈക്വാലിറ്റി ആൻഡ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യവും സമത്വവും തമ്മിൽ ഭയങ്കരമായ സംഘർഷം വാസ്തവത്തിൽ നിലനിൽക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടതാണ്, സമത്വം എന്ന് പറയുന്നത് സാമൂഹ്യമാണ്. അങ്ങനെ സമത്വം എന്നത് സാമൂഹ്യമായ ഒരു സങ്കല്പമാണെങ്കിൽ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വ്യക്തിതലത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് മാത്രമേ സാമൂഹ്യമായ സമത്വത്തിനൊപ്പം നിങ്ങൾക്ക് നിൽക്കാൻ കഴിയൂ. അങ്ങനെ സമത്വത്തോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ സാഹോദര്യഭാവം അനിവാര്യമാണ് എന്നതാണ് പ്രധാനം. അപ്പോൾ സാഹോദര്യം എന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്. അപ്പോൾ മുഹമ്മദ് അഖ്ലാഖിനെ നിങ്ങൾക്ക് സഹോദരനായി കാണണമെങ്കിൽ, ഹിന്ദുവായി ജനിച്ച ഒരാൾക്ക് മുഹമ്മദ് അഖ്ലാഖിനെ സഹോദരനായി കാണണമെങ്കിൽ, നിങ്ങൾക്ക് രോഹിത് വേമുലയെ നിങ്ങളുടെ സഹോദരനായി കാണണമെങ്കിൽ, ആക്രമിക്കപ്പെടുന്ന ചുട്ടരിക്കപ്പെടുന്ന ദളിത് ജീവിതങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അവരൊക്കെ എൻ്റെ സഹോദരിമാരാണെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ, അടിച്ചു കൊല്ലപ്പെട്ട മധു എൻ്റെ സഹോദരനാണെന്ന് തോന്നണമെങ്കിൽ, അങ്ങനെ ഈ മനുഷ്യരൊക്കെ എങ്ങനെയാണ് സഹോദരരാണെന്ന് തോന്നുക? അങ്ങനെ സാഹോദര്യഭാവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ മതപരവും ജാതീയവുമായ മുൻവിധികളിൽ നിന്ന് പുറത്തു കിടക്കണം. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ മതപരമായ മുൻവിധിയിൽ നിന്ന് പുറത്തു കിടക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് 1-2 കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം ജീവിക്കുന്ന ഈ സമൂഹം എന്ന് പറയുന്നത് ധാരാളം മതങ്ങളും വിശ്വാസങ്ങളും ഉള്ള ഒരു സമൂഹമാണെന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മതനിരപേക്ഷത എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിൽ നിന്നും വിട്ടു നിൽക്കലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ മതങ്ങളെയും മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് നാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ സർവമത സമ്മേളനം, ലോകത്ത് നടന്ന 2ാമത്തെ സർവമത സമ്മേളനമായിരുന്നു 924 ആലുവ മണപ്പുറത്ത് നടന്നത്. അവിടുത്തെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം വാദിക്കാനും തോൽപ്പിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിലും വലിയൊരു നിർവചനം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സെക്യുലറിസത്തിനില്ല. ഞാനത് ആവർത്തിച്ച് പറയുന്നു. ഡേവിസ് ഈ അടുത്ത കാലത്ത് എഴുതിയൊരു ചെറിയ കൈപ്പുസ്തകം ഞാൻ കണ്ടു. ആ പുസ്തകത്തിനകത്ത് ഡേവിസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാണ്. വാസ്തവത്തിൽ ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് നാം കരുതുന്നത് പോലെ മതത്തെയും രാഷ്ട്രീയത്തെയും 2 കള്ളിയായി വേർതിരിക്കുന്ന
അല്ലെങ്കിൽ സയൻസിനെയും മതത്തെയും എതിർ നിർത്തുന്ന ഒരു യൂറോപ്യൻ മാതൃകയല്ല. അത് തെറ്റാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, അതൊരു മാതൃകയാണ്. എന്നാൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ വേറൊരു മാതൃകയാണ് ഒരുപക്ഷെ നമുക്ക് വേണ്ടി വരിക. അവിടെ ഏറ്റവും പ്രധാനം എന്താണ് ഇതര മതസ്ഥരുടെ സങ്കല്പങ്ങൾ, എന്താണ് അവരുടെ വിശ്വാസം. ഇപ്പം എന്താ, നോമ്പ് നടക്കുന്ന ഒരു കാലമാണ്. എന്താണ് ഈ നോമ്പ്, എന്താണ് അതിൻ്റെ സങ്കല്പം എന്ന് നോമ്പെടുക്കാത്ത ആളുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ ഖുർആൻ എന്താണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് എന്ന് മുസ്ലിം അല്ലാത്ത ഒരാൾ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും പല മതം ഏകസാരം എന്ന് ഈ നാരായണ ഗുരു പറഞ്ഞ കാര്യം നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ ബൈബിള് വളരെ സൂക്ഷ്മമായിട്ട് വായിക്കൂ, അതുപോലെ ഖുർആൻ നിങ്ങൾ ആഴത്തിൽ വായിക്കൂ, ഈ പറയുന്ന ഉപനിഷത്തുകളും മറ്റും വായിക്കൂ. അങ്ങനെയെല്ലാം വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും മതത്തിൻ്റെ അകക്കാമ്പായ ധാർമ്മികത എന്ന് പറയുന്നത് ഒന്നാണ്, ധർമ്മം എന്നതൊന്നാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ ബുദ്ധധർമ്മവും ഈ പറഞ്ഞതൊക്കെ ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പെഡഗോജിക്കലായ ബോധനാത്മകമായ മതവിദ്യാഭ്യാസം വാസ്തവത്തിൽ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഇസ്ലാമിനെ പറ്റിയുള്ള എൻ്റെ ആദ്യത്തെ പാഠം ഖലീഫ ഉമറിനെ കുറിച്ചുള്ള 3-ാം ക്ലാസ്സിലെ പാഠമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം തന്നെയാണ്. അതൊക്കെ പഠിച്ച് ഈ പറയുന്ന ഖുർആൻ്റെ പല കാര്യങ്ങളും മനസ്സിലാക്കി എൻ്റെ ബഷീറിൻ്റെയും സുബൈറിൻ്റെയൊക്കെ വീട്ടിൽ നോമ്പ് തുറക്കാനും അവിടെ പോയി താമസിക്കാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ മുഹമ്മദ് അഖ്ലാഖ് എൻ്റെ സഹോദരനാണെന്ന് മനസ്സിലാക്കാൻ വേറെ ബുദ്ധിമുട്ടില്ല. ഈ കമ്മ്യൂണിറ്റി ലിവിങ്, അതുപോലെ ഈ പറയുന്ന മതപരമായിട്ടുള്ള പരസ്പരം ഉൾക്കൊള്ളൽ, അതാണ് ഏറ്റവും പ്രധാനം ഇന്ത്യൻ സാഹചര്യത്തിലെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യൻ സെക്യുലറിസത്തെ നാം കുറേയും കൂടി ആഴത്തിൽ മനസ്സിലാക്കണം. ഇത് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ മുൻവിധികൾക്കകത്ത് അവരെ വളർത്താനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുംഭമേളയിലൂടെയും ഈ പറയുന്ന പലതരം പൊങ്കാലയിലൂടെയും ഒക്കെ ഹിന്ദു എന്ന് പറയുന്ന ഒന്നിനെ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുകയും നമ്മുടെ ഈ പറയുന്ന കുട്ടികൾ ആരെങ്കിലും ക്രിസ്തുമസ് കരോൾ നടത്തുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമ്പം കയറി ആക്രമിക്കുകയും ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ മതനിരപേക്ഷത കേൾക്കുന്ന ഒരു അടിയായി തീരുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ദിവസമെങ്കിലും ഈ കരോൾ കാണുകയും കരോളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് എന്താണ് ഈ ക്രിസ്തുമതം, ആരാണ് ക്രിസ്തു എന്നൊക്കെ ഒരുപക്ഷെ ആ കുട്ടിയുടെ ജീവിതത്തിൽ ആകെ ബാക്കി നിൽക്കുന്ന ഒരു ഓർമ്മയായിരിക്കാം അതൊക്കെ. അതുകൊണ്ട് മതനിരപേക്ഷമായ സ്മൃതികളും സ്മാരകങ്ങളും ജീവിത മാതൃകകളും നിരന്തരം നിർമ്മിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉപനിഷത്തുകൾ സംസ്കൃതത്തിൽ നിന്ന് പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ധാരാ ഷുക്കോവ് എന്ന് പറയുന്ന മുഗൾ രാജകുമാരനാണെന്നും അദ്ദേഹം ഷാജഹാന്റെ പുത്രനാണെന്നും 15 കൊല്ലം സംസ്കൃതം പഠിച്ചാണ് അദ്ദേഹം അത് ചെയ്തതെന്നും നമ്മുടെ കുട്ടികളെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ ഉപനിഷത്ത് ചുട്ടുകളയാനോ കത്തിച്ചു കളയാനോ അല്ല മുഗൾ രാജാക്കന്മാർ ശ്രമിച്ചിട്ടുള്ളത്. മഹാഭാരതവും രാമായണവും ഉപനിഷത്തുകളും ഈ പറയുന്ന ഇന്ത്യയുടെ പൈതൃകം എന്നൊക്കെ ഇവർ വിശേഷിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ലോകത്തിന്, ഇന്ത്യക്ക് വെളിയിൽ ലോകത്തിന് എത്തിച്ചു കൊടുത്തത് മുഗൾ രാജാക്കന്മാരുടെ കാലത്തെ കൊട്ടാരത്തിലെ വിവർത്തകരാണ് എന്ന കാര്യം നാം കുട്ടികളെ പഠിപ്പിക്കണം. അതൊന്നും ഇവരുടെ സമ്പത്തല്ല. ഇന്ത്യയുടെ സമ്പത്ത് അതിൻ്റെ 3/4 പങ്കും അവകാശപ്പെട്ടത് മുഗളന്മാർക്കാണ്. ആ മുഗളന്മാരുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് വേട്ടയാടണം. കാരണം നാം ഇന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ഒരു സിംബയോട്ടിക് ലിവിങ്ങിൻ്റെ ധാരാളം മാതൃകകളാണ് അക്കാലത്ത് ഉണ്ടായിട്ടുള്ളത്. സൂഫി സംഗീതം തന്നെ അതിൻ്റെ മാതൃകയാണ്. നമ്മുടെ വാസ്തു പാരമ്പര്യത്തിൽ അത് കാണാം. അങ്ങനെ സൗന്ദര്യ പെയിൻറ്റിങ്ങിനകത്ത് അത് കാണാം. ഇങ്ങനെയൊക്കെ ഉണ്ടായി വന്നൊരു സിംക്രറ്റിക് കൾച്ചറിനെയാണ് ഇവർ നിരാകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ മതസ്പർദ്ധയുടെ ഒരു നാടാണെന്ന് പഠിപ്പിക്കുന്നതിന് പകരം മതസ്നേഹത്തിൻ്റെ ഒരു നാടാണെന്ന് പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. സ്പർദ്ധകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും. ആ സ്പർദ്ധയല്ലല്ലോ നമ്മൾ ഓർമ്മിക്കേണ്ടത്. നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്തിനെയാണ്? സ്നേഹത്തോടു കൂടി കഴിഞ്ഞ ആ ഭൂതകാലത്തെ നമ്മൾ വീണ്ടെടുക്കേണ്ടത്. അതുകൊണ്ടാണ് എറിക് ഹോബ്സ്ബോം പറയുന്നത് ഇൻവെന്റഡ് ട്രഡീഷൻ എന്ന്. നാം വീണ്ടെടുക്കുന്ന പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, അല്ലാതെ നമുക്ക് ദത്തമായതല്ല. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ചരിത്രത്തിലൊരു നിർവാഹകത്വം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ചരിത്രബോധം പ്രധാനമാണ്, ജനാധിപത്യബോധം പ്രധാനമാണ്, ഈ പറയുന്ന ഭരണഘടനാ മൂല്യങ്ങൾ പ്രധാനമാണ്, ദൈനംദിന ജീവിതത്തിലുള്ള സക്രിയമായ ഇടപെടൽ പ്രധാനമാണ്. അതുകൊണ്ട് ഇന്നത്തെ മതനിരപേക്ഷതയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അഗ്രസീവ് സെക്കുലറിസം എന്ന വാക്കാണ് അതിനെ ഉപയോഗിക്കാൻ ഏറ്റവും ശരി. നാം വളരെ
ക്രിയാത്മകമായി ഇടപെടുന്ന മതനിരപേക്ഷതയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ എല്ലാ മതത്തിൽ നിന്നും വിട്ടുനിന്ന്, സാമൂഹ്യ ജീവിതത്തിൽ തന്നെ വിട്ടുനിന്ന് എല്ലാവരും കണക്കാണ് എന്ന് പറയുന്നതല്ല സെക്കുലറിസം എന്ന് പറയുന്നത്. നാം ഇടപെടുകയും നാം മാറുകയും ചെയ്യുന്നതാണ് സെക്കുലറിസം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലൂടെ ഒരുപക്ഷെ ഒരു പുതിയ സമൂഹത്തെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കേട്ടിരുന്നതിന് നന്ദി രേഖപ്പെടുത്തി അവസാനിപ്പിക്കുന്നു.